ഏതറിൻ്റെ തന്നെ ഏറ്റവും പുതിയ ഫാമിലി സ്കൂട്ടറായിട്ടുള്ള ഏതർ റിസ്റ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഏതറിൻ്റെ HR മോഡലാണ്, അതായത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. 3.7 kWh ബാറ്ററി വരുന്നൊരു മോഡലാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഒരുപാടധികം ഫാമിലി എലമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്കൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ എനിക്കിത് കുറച്ചുകൂടെ 450X ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാടധികം പ്രാക്ടിക്കലായിട്ടുള്ളൊരു സ്കൂട്ടറായിട്ട് തോന്നി. 450Xുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. ഒരുപാടധികം സ്റ്റോറേജ് സ്പേസ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 450Xനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിളാണ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഓൺ സസ്പെൻഷൻ സൈഡൊക്കെ. ഇതൊക്കെ ശരിയാണെങ്കിലും 450Xൽ നമുക്ക് കുറേ കൂടെ അധികം ആക്സിലറേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു EV സ്കൂട്ടറിൻ്റെ കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ ആളുകളും ആക്സിലറേഷൻ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് റേഞ്ചാണ്. അപ്പോൾ കൂടുതൽ റേഞ്ചും കുറച്ച് ആക്സിലറേഷനും കിട്ടുന്നത് ഒരു പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ സ്കൂട്ടർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. സോ റിസ്തയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് റിസ്തയുടെ 3 വേരിയൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. അത് തന്നെ റിസ്ത എസ്, റിസ്ത ഇസഡിൽ തന്നെ 2 വേരിയൻ്റ് ഉണ്ട്. റിസ്ത എസിൽ വരുന്ന 2.9 kWh ഒരു ബാറ്ററിയാണ്. റിസ്ത ഇസഡിൽ 2.9 kWh ബാറ്ററി വരുന്നതുകൊണ്ട് പിന്നെ 3.7 kWh ബാറ്ററി വരുന്നതുകൊണ്ട് കേട്ടോ. ഇസഡ് വേരിയൻറ്റിലുള്ളതിൽ ഒരുപാടധികം വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എസിലും ഇസഡിലും നോക്കുന്ന സമയത്ത് നല്ല വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് തന്നെ നമുക്ക് റിസ്ത എസ് 2.9 kW നോക്കാം. ഇത് വരുന്നത് സിംഗിൾ കളറിലാണ് കേട്ടോ. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് പാങ്ങോങ് ബ്ലൂ, ഡെക്കാൻ ഗ്രേ, സിയാഷൻ വൈറ്റ്, ഇങ്ങനത്തെ 3 കളേഴ്സിലാണ് പ്രധാനമായിട്ടും എസ് വേരിയൻറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ഇസഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ടോൺസ് അവൈലബിൾ ആണ്. അത് 2.9 kW ആണെങ്കിലും 3.7 kW ആണെങ്കിലും നമുക്ക് 2 കളർ എന്ന് പറയുന്നതിനേക്കാളും ഇത് ട്രൈറ്റോൺ എന്ന് പറയുന്നതായിരിക്കും. കാര്യം ഇതിൽ ഒരു പിയാനോ ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ കളേഴ്സും വരുന്നുണ്ട്. ഇതിലെ കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. അൽഫോൺസോ യെല്ലോ, കാർഡമം ഗ്രീൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കളേഴ്സിൻ്റെയൊക്കെ ഡ്യുവൽ ടോൺ, അതായത് പാങ്ങോങ് ബ്ലൂവിൻ്റെ ഡ്യുവൽ ടോൺ ഉണ്ട്, ഡെക്കാൻ ഗ്രേയുടെ ഡ്യുവൽ ടോൺ ഉണ്ട്. റിസ്ത എസിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഡിസംബർ മാസം 2024 തിരുവനന്തപുരത്ത് 1,24,852 രൂപയാണ്. ഇതിൽ അഡീഷണലി പ്രോ പാക്ക് ഉണ്ട്. പ്രോ പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും. ഈ ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്ന പ്രൈസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,35,000 രൂപയോളം വരും. റിസ്ത എസിൽ 2.9 kWh ഒരു ബാറ്ററിയാണ് വരുന്നത്. ലിഥിയം അയോൺ ബാറ്ററിയാണ്. മോട്ടോർ പവർ എല്ലാ വേരിയൻസിലും സെയിം ആണ്. 0 to 40 എടുക്കാൻ വേണ്ടിയിട്ട് 4.7 seconds ആണ് വേണ്ടത്. ടോപ്പ് സ്പീഡ് പോകുന്നത് 80 km ആണ്. ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇതൊരു DPU 7-inch ഡിസ്പ്ലേ ആണ്. അതായത് ഇത് LCD TFT ഡിസ്പ്ലേ അല്ല, ഇതൊരു നോർമലായിട്ടുള്ള മൾട്ടി കളറായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി മറ്റേ 7-inch ഡിസ്പ്ലേക്കാളും എനിക്കിഷ്ടം ഇതാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇത് പ്രോ പാക്ക് എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി സാധാരണ ഒരു പെട്രോൾ സ്കൂട്ടർ ഓടിക്കുന്ന പോലെ സ്വിച്ച് ഓൺ ആക്കുക, എടുത്തുകൊണ്ട് പോവുക, ആ ഒരു ടൈപ്പ് സെറ്റപ്പാണ്. വളരെ സിമ്പിളാണ്, ഒരുപാടധികം കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു വിലയ്ക്ക് ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഡിസ്പ്ലേ കൊടുക്കുക എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. കാര്യം അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു വലിയ LCD TFT ഡിസ്പ്ലേയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ടും വളരെ കിടുക്കനായിട്ട് ആ ഡിസ്പ്ലേ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയിൽ നിങ്ങൾക്ക് റിവേഴ്സ് മോഡ് കിട്ടും കേട്ടോ. നിങ്ങൾ പ്രോ പാക്ക് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് മോഡ് കിട്ടും. സീറ്റ് എന്ന് പറയുന്നത് മോണോടോണാണ്. സി വേരിയൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഡ്യുവൽ ടോൺ വരും. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. സീറ്റ് കിട്ടുന്നത് മോണോടോണാണ്. പിന്നെ പില്ലിയൻ ബാക്ക് റെസ്റ്റ്, റിസ്തയ്ക്ക് ഒരു ബാക്ക് റെസ്റ്റ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ബാക്ക് റെസ്റ്റ് ഈ ഒരു എസ് മോഡലിൽ വരില്ല. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുത്തത് വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും. റിസ്ത എസിൽ 0 to 80 ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 മണിക്കൂർ 30 മിനിറ്റ് ആണ്. ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് വേരിയൻറ്റിലെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള HRൽ കിട്ടുന്നത് 750 വാട്ട്സിൻ്റെ പോർട്ടബിൾ ചാർജറാണ്, ഡുവോ ചാർജറാണ്. ഇതിനകത്ത് കിട്ടുന്നത് 350 വാട്ട്സിൻ്റെ ചാർജറാണ്. അതുകൊണ്ട് തന്നെ 6 മണിക്കൂർ 30 മിനിറ്റ് എടുക്കും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ എസ് മോഡലിൽ തന്നെ പ്രോ പാക്ക് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സിംഗിൾ മോഡിലായിരിക്കും റൺ ആവുന്നത്. അത് സിപ്പ് മോഡിലാണ്. ഏകദേശം
80 കിലോമീറ്ററോളം റേഞ്ച് കിട്ടും അതിൽ. റിസ്ത എസിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള പ്രോസസർ എന്ന് പറയുന്നത് അതിനകത്ത് TFT ഡിസ്പ്ലേയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്രാഫിക്കലി ഒരുപാടധികം സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കോർട്ടെക്സ് സീരീസിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. 1GB റാം ഉണ്ട്, 8GB സ്റ്റോറേജുമാണ് ഈ ഒരു ബേസ്ഡ് സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി പ്രോ പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം 10,000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവങ്ങൾ കിട്ടും എന്നുള്ളത് കൂടി പറഞ്ഞുതരാം. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ 10x10 നാവിഗേഷൻ കിട്ടും. അതായത് അതിനകത്തൊരു ആരോ കാണിക്കും, ആ ഒരു ആരോയ്ക്ക് അനുസരിച്ച് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു പുതിയ മോഡൂടെ ആഡ് ആവും. അതായത് നിങ്ങൾക്ക് 2 മോഡാണ് റിസ്തയ്ക്ക് വരുന്നത്. നിങ്ങൾ പ്രോ പാക്ക് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എസിൽ മോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ പ്രോ പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് എക്കോ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം 105 കിലോമീറ്ററോളം ട്രൂ റേഞ്ച് പറയുന്നുണ്ട്. അതിനകത്ത് സ്പീഡ് നിങ്ങൾക്ക് മാക്സിമം പോകാൻ പറ്റുന്നത് 50 km/h. പിന്നെ ബ്ലൂടൂത്ത് മ്യൂസിക് കൺട്രോൾ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. പിന്നെ ഓട്ടോ ഹോൾഡ് ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോ പാക്കിൽ കിട്ടും കേട്ടോ. ഏതെങ്കിലും തേരിയിലൊക്കെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് വിട്ട് കഴിഞ്ഞാലും വണ്ടി പിന്നിലേക്ക് പോവില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇറക്കത്തിലാണെങ്കിൽ മുന്നിലേക്ക് പോവില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഹിൽ ഹോൾഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ ഓട്ടോ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ഫീച്ചർ കിട്ടും. അതായത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നിങ്ങൾ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ടേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നതായിരിക്കും. പിന്നെ ഗൈഡ് മീ ഹോം ലൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ വണ്ടി നിർത്തി, അതായത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വീട്ടിനകത്ത് കയറി പോകാൻ കിട്ടുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു 14 സെക്കൻഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ഓണായി നിൽക്കും എന്നുള്ളതാണ്. പിന്നെ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടും. അതായത് പെട്ടെന്ന് നിങ്ങൾ വണ്ടി സഡനായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കിലുള്ള നമ്മുടെ റിയർ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓണാവും. പിന്നെ ഫോൾ സേഫ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. വണ്ടി ചരിഞ്ഞു പോവുകയാണെങ്കിൽ ആക്സിഡൻ്റലി നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും നമ്മൾ ഹാൻഡിൽ ബാറിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ആക്സിലറേറ്റർ പിടിച്ചിട്ട് വണ്ടി ഒന്ന് ഒരുപാട് മുന്നേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീഴുന്ന സമയത്ത് തന്നെ മോട്ടോർ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. പിന്നെ ടോ ആൻഡ് തെഫ്റ്റ് അലേർട്ട്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ആപ്പിനകത്ത് ആരെങ്കിലും വണ്ടി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അലേർട്ട്സ് വരുന്നതായിരിക്കും. പിന്നെ ഫൈൻഡ് മൈ സ്കൂട്ടർ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ പാർക്കിംഗ് ലോട്ടിലൊക്കെ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ആപ്പിനകത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂട്ടർ എവിടെയാണെന്നുള്ളത് ഒരു സൗണ്ടോട് കൂടിയും അതുപോലെ തന്നെ ലൈറ്റൊക്കെ പ്രകാശിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണ് സ്കൂട്ടർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പ്രോ പാക്ക് എടുക്കുകയാണെങ്കിൽ 3 വർഷം വാറൻറ്റി ബാറ്ററിക്കുള്ളത് 5 വർഷത്തേക്ക് ആക്കാൻ പറ്റും. അഡീഷണലി നിങ്ങൾ 5,000 രൂപ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു 80-70 വാറൻറ്റി പുതിയ ഏതറിൻ്റെ വാറൻറ്റി പാക്കേജിൽ നിങ്ങൾ ആഡ് ആവും. അങ്ങനെയാണെങ്കിൽ 8 വർഷം വരെ നിങ്ങളുടെ ഏതറിൻ്റെ റിസ്തയുടെ ബാറ്ററിക്ക് വാറൻറ്റി കിട്ടും. ഇനി ഏതറിൻ്റെ റിസ്തയുടെ സി വേരിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സുകളെല്ലാം ഇതിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ പ്രോ പാക്ക് എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം ഫീച്ചേഴ്സ് കിട്ടും, അല്ലെങ്കിൽ മറ്റ് ഫീച്ചേഴ്സുകൾ തന്നെയാണ്. ഇതിനകത്ത് ബാറ്ററി കപ്പാസിറ്റി ഡിഫറൻസ് ആണ്, അതുപോലെ തന്നെ റേഞ്ചുമാണ് ഈ ഒരു ഏതറിൻ്റെ റിസ്ത സി വേരിയൻസിൽ വരുന്നൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി വേരിയൻസ് തന്നെ 2 കാറ്റഗറി ആയിട്ടുണ്ട്. ഒന്ന് LR-ഉം ഒന്ന് HR-ഉം, ലോ റേഞ്ചും ഹൈ റേഞ്ചും. ഈ ഒരു ലോ റേഞ്ചും ഹൈ റേഞ്ചും എന്ന് പറയുന്നത് 2.9 kWh ബാറ്ററി വരുന്ന LR വേരിയൻറ്റും പിന്നെ 3.7 kWh വരുന്ന HR വേരിയൻറ്റ്. ഇതിനകത്ത് സിപ്പിൽ ഏകദേശം നിങ്ങൾക്ക് LR-ൽ 80യും എക്കോ മോഡിൽ 105 റേഞ്ചും കിട്ടും. ഇനി 3.7 kWh സി വേരിയൻറ്റിനകത്താണെങ്കിൽ നിങ്ങൾക്ക് 100 കിലോമീറ്റർ റേഞ്ച് സിപ്പിലും കിട്ടും, 125 കിലോമീറ്റർ എക്കോ മോഡിലും കിട്ടും. 2.9 kWh LR റിസ്തയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഓൺ റോഡ് പ്രൈസ് 1,42,247 രൂപയാണ് പ്രോ പാക്ക് ഇല്ലാതെ. പ്രോ പാക്കിൻ്റെ അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അതായത് 2.9 kWh വരുന്ന റിസ്ത സിക്കാണ്. ഇനി 3.7 kWh വരുന്ന HR മോഡൽ റിസ്തയ്ക്കാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,63,238 രൂപയാണ് പ്രോ പാക്ക് ഇല്ലാതെ. പ്രോ പാക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ 20,000 രൂപ കൂടെ എക്സ്ട്രാ വരും. റിസ്തയുടെ S മോഡൽ പോലെയല്ല, സി വേരിയൻസിനകത്ത് സ്നാപ്ഡ്രാഗൺ 212 ആണ് കൊടുത്തിട്ടുള്ളത്. 2GB റാമും 16GB സ്റ്റോറേജ് ഇതിനകത്തുണ്ട്. കുറച്ചുകൂടെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു UI ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സുകളെല്ലാം റിസ്ത എസിലുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു റിസ്ത സിക്കകത്ത് കിട്ടും. അഡീഷണലായിട്ട് TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. പില്യൺ ബാക്ക് റെസ്റ്റ് ഈ ഒരു വണ്ടിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഡ്യുവൽ ടോൺ സീറ്റ്സ് ആണ്, അതായത് സീറ്റിൽ നിങ്ങൾക്ക് മൾട്ടി കളറായിട്ടുള്ളൊരു പ്രീമിയം സീറ്റ്സ് എന്നൊക്കെ അവർ പറയുന്ന രീതിയിലുള്ളത് കിട്ടും. പിന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ ടോൺസ് നിങ്ങൾക്ക് കിട്ടും. എക്സ്ട്രാ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ടൈം. അതായത് റിസ്ത സിയിൽ തന്നെ നിങ്ങൾ LR വേരിയൻ്റ് ആണ്, അതായത് 2.9 kWh ബാറ്ററിയാണ് എടുക്കുന്നതെങ്കിൽ സെയിം ആയിരിക്കും റിസ്ത എസ് പോലെ തന്നെ നിങ്ങൾ 6.5 മണിക്കൂർ എടുത്ത് ചാർജ് ചെയ്യേണ്ടി വരും 0 to 80. ഇനി റിസ്ത HR മോഡലാണ് എടുക്കുന്നതെങ്കിൽ, അതായത് ടോപ്പ് വേരിയൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം
ഏതാണ്ട് ഡുവോ ചാർജർ കിട്ടുന്നുണ്ട്. അത് ഏകദേശം 750 വാട്ട്സിൽ ചാർജ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 4.5 hours ആയിരിക്കും. ഇനി റിസ്തയുടെ സി വേരിയൻസിൻ്റെ പ്രോ പാക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമതെന്ന് പറയുന്നത് മാജിക് ട്വിസ്റ്റ് ആണ്. മാജിക് ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലറേറ്ററിൻ്റെ എതിർദിശയിലേക്ക്, അതായത് മുകളിലേക്ക് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് പോലെ അത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ റീജനറേഷനും വർക്ക് ചെയ്യും, നമുക്ക് ബാറ്ററിയിലേക്ക് ചാർജ് കയറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു 0 to 90 വർക്ക് ചെയ്യില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് ട്വിസ്റ്റ് വർക്ക് ചെയ്യും, റീജനറേഷൻ വർക്ക് ചെയ്യില്ല. 90 കഴിയുന്ന സമയത്ത് റീജനറേഷൻ വർക്കാവും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചാർജ് നമ്മുടെ ബാറ്ററിയിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മാജിക് ട്വിസ്റ്റ് എല്ലാ സമയം വർക്കും കേട്ടോ. 0 to 100% ചാർജിലും വർക്ക് ചെയ്യും. പക്ഷേ ഞാൻ ഓടിച്ച സമയത്ത് ബാറ്ററി കുറയുന്ന സമയത്ത് ഒരു മാജിക് ട്വിസ്റ്റിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ബ്രേക്കിംഗ് പവർ കുറച്ച് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും അത് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു ബ്രേക്കിന് പകരമായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഒരു അത്യാവശ്യം ഡിസ്റ്റൻസ് കവർ ചെയ്ത് നമുക്ക് വണ്ടി നിർത്തിയാൽ മതിയെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി വണ്ടി സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെന്ന് പറയുന്നത് സ്കിഡ് കൺട്രോളാണ്. സ്കിഡ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ തന്നെയാണ്. ഇത് മുന്നിലത്തെയും ബാക്കിലത്തെയും വീല് ഒരേ സ്പീഡിൽ അലൈൻ ചെയ്തിട്ട് നമുക്ക് സ്കിഡ് ആവുന്ന സിറ്റുവേഷൻസ് ഒരുപാടധികം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അത് അടിപൊളിയായിട്ട് വർക്കാവും കേട്ടോ. അത് അടിപൊളിയായിട്ട് വർക്കാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ അറിയത്ത് പോലുമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ നേരത്തെ പറഞ്ഞ നാവിഗേഷൻ സിയിലേക്ക് വരുന്ന സമയം നമുക്ക് TFT ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ ഇതിനകത്ത് കിട്ടും. പിന്നെ ഡോക്യുമെൻറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് നിങ്ങളുടെ ലൈസൻസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്കൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. പവർ ബട്ടണിൽ 3 തവണ അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ, നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്പർ ആപ്പിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. പിന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് നോട്ടിഫിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. റിപ്ലൈ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് അവിടെ വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്ന് കിടക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്കതിൽ വായിക്കാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഇൻട്രാക്ഷൻസ് ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾസ് ഡിസ്പ്ലേ ആവും കേട്ടോ. നമുക്ക് മുകളിൽ ആരാണ് വിളിക്കുന്നതെന്ന് അറിയാൻ പറ്റും, എടുക്കാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും ഇയർബഡ്സോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി കേൾക്കാം, ഫോൺ സംസാരിക്കാൻ വേണ്ടി സാധിക്കും. സ്കൂട്ടറിൽ തന്നെ സ്പീക്കറോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ മൈക്കോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുവഴി സംസാരിക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ഇയർബഡ്സ് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി സംസാരിക്കാൻ പറ്റും. കോൾ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കോൾ കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ മെസ്സേജ് അയക്കുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി സ്കൂട്ടറിൽ നിന്ന് ആരാണോ വിളിച്ച് അവരുടെ ഫോൺ നമ്പറിലേക്ക് പോകും. പിന്നെ പോലെയല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് OTA അപ്ഡേറ്റ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോഫ്റ്റ്വെയറിൽ ഒരുപാടധികം മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് ഫ്യൂച്ചറിൽ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇതിന് 8 വർഷം വാറൻറ്റി HR മോഡലിനാണെങ്കിൽ കിട്ടും കേട്ടോ. 8 വർഷം വാറൻറ്റി ഇപ്പോൾ പുതിയതായിട്ട് ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അഡീഷണൽ ആയിട്ട് ക്യാഷ് ഒന്നും അടയ്ക്കാതെ തന്നെ 8 വർഷം വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ഇനി വണ്ടിയുടെ ഡിസൈനിലേക്കും അതുപോലെ തന്നെ എൻ്റെ റിവ്യൂവിലേക്കും വരാം. വണ്ടി എന്ന് പറയുന്ന ഒരു ക്ലീൻ സ്റ്റൈലിംഗ് ആണ് കേട്ടോ. സ്കൂട്ടർ എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഒറ്റ കാഴ്ചയിൽ നോക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു വലിയ സ്കൂട്ടറായിട്ടുള്ളൊരു ഫീൽ കിട്ടും. മാത്രമല്ല സ്കൂട്ടർ നല്ല നീളവുമുണ്ട്. അതായത് നമ്മൾ നോർമലി കാണുന്ന സ്കൂട്ടറുകളെക്കാളും വളരെയധികം ലോങ്ങർ ആയിട്ടുള്ളൊരു ഫീല് നേരിട്ട് കാണുന്ന സമയത്ത് തോന്നും. അതുപോലുള്ളൊരു സ്പേസും ആ ഒരു വണ്ടിയിലുണ്ട് കേട്ടോ. പിന്നെ നല്ല കളർ ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഈ ഒരു മാറ്റ് ബ്ലൂ കളറാണ് കുറച്ചുകൂടെ ഒരു എലഗൻറ്റ് കളറായിട്ട് എനിക്ക് തോന്നി. വലിയ സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ആ ഒരു ഡ്യുവൽ ടോൺ സീറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് ഒരു 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം കേട്ടോ. 3 പേര് ഇരിക്കണം എന്നല്ല പറഞ്ഞത്, 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു സീറ്റ് വളരെ കംഫർട്ടബിളാണ്. കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുന്ന ആൾക്കും കംഫർട്ടബിളാണ്, ബാക്കിൽ ഇരിക്കുന്ന ആൾക്കും കംഫർട്ടബിളായിട്ട്. പിന്നെ ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ബാക്ക് റെസ്റ്റിൽ ചാരി ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്പൈനൊരു സുഖമൊക്കെ കിട്ടും കേട്ടോ. അത്തരത്തിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ഫുഡ് റെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫുഡ് റെസ്റ്റിൽ ഇത്രയും വൈഡറായിട്ടുള്ള സീറ്റിൽ ഇത്രയും അടുത്ത് കാല് വയ്ക്കുന്ന സമയത്ത് കുറച്ച് ദൂരം ഓട്ടിക്കുന്ന സമയത്ത് അതിനൊരു ഡിസ്കംഫോർട്ട് തോന്നും. യൂഷ്വലി പില്യൻസിനോട് ഞാൻ ഡിസ്കംഫോർട്ട് തോന്നുന്ന സമയത്ത് പറയാറുള്ളത് ഫ്രണ്ടിലെ ആ ഒരു ഇതുണ്ടല്ലോ ഫുഡ് ബോർഡ്, ആ ഒരു ഫുഡ് ബോർഡിലേക്ക് കാല് വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആദ്യം വണ്ടിയിലേക്ക് കയറുന്നവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ പില്യൻസും ഞാൻ വെച്ചിട്ടുള്ള എല്ലാ പില്യൻസും
വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ബാക്കിലിരിക്കാൻ നല്ല സുഖമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുന്നിലിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇരിക്കുന്ന സമയത്ത് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഇനി വണ്ടി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തോ കാര്യങ്ങളോ കാല് തട്ടുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം ലോഡും കാര്യങ്ങളും ഒക്കെ മുന്നിൽ തന്നെ വയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇവൻ മുന്നിൽ നല്ലൊരു ലോഡ് വച്ചിരുന്നാൽ പോലും നമുക്ക് ഹാൻഡിലിങ്ങിന് ഒരു തരത്തിലുള്ള ഇഷ്യൂവും വരുന്നില്ല. വണ്ടി ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ ഈ വണ്ടിയിൽ. ബോഡി പാനൽസൊക്കെ എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഒരു ക്വാളിറ്റി ആ ഒരു വണ്ടിയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ക്വാളിറ്റി ഇഷ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിലായിട്ട് ആ ഒരു ഹെഡ് വരുന്നിടത്ത് ഒരു പിയാനോ ബ്ലാക്കിലുള്ളൊരു കവറുണ്ട്, ഹെഡ് കവറുണ്ട്. ഒരു ഹെഡ് കവർ എന്ന് പറയുന്ന ഒരു ഇളവിപ്പോവാനോ ഒരു ആട്ടോ കുലുക്കോ എന്തൊക്കെ ഉണ്ട്. നമ്മൾ ഗട്ടറുള്ള റോഡിൽ ഓടിക്കുന്ന സമയത്ത് അതിലൊരു കുലുക്കം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഫ്ലോർ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രൂവ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ചെളിയും ഇത് കാര്യങ്ങളൊക്കെ അതിൽ പിടിക്കും കേട്ടോ. നമ്മൾ എവറി ടൈം പോയിട്ട് വരുന്ന സമയത്ത് ചെളിയുള്ള സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സമയവും ക്ലീൻ ചെയ്യേണ്ടി വരും. സ്കൂട്ടർ തന്നെ ഏകദേശം ഒരു 119 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. പക്ഷേ സൂപ്പർ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്കൂട്ടറാണ്. ഈവൻ ഞാനൊരു 4-5 കിലോമീറ്റർ സ്പീഡിൽ തന്നെ പതിയെ ഇഴഞ്ഞു പോയി കഴിഞ്ഞാൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ട്രാഫിക്കിൽ പോലും മിക്ക ആളുകളും കാല് കുത്തുന്ന സമയത്തും ഞാൻ കാല് കുത്താറില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബാലൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു സ്കൂട്ടർ ഉള്ളത്. പിന്നെ ഞാൻ കണ്ടൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ മിറേഴ്സിൽ ഈ മിറേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ഡിസ്റ്റോർഷൻ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മിറേഴ്സിൻ്റെ സൈഡ്സ് വരുന്ന ഭാഗത്തെല്ലാം ഒരു ഡിസ്റ്റോർഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു സ്കൂട്ടറിനെ മാത്രമുള്ളതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ മറ്റ് പല സ്കൂട്ടറുകൾ ചെക്ക് ചെയ്യുന്ന സമയത്തും റിസ്തയിലുള്ള മിക്ക സ്കൂട്ടറുകൾക്കും ഈ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ട്. ലൈക്ക് ആ ഒരു മിറേഴ്സ് അവിടെ എടുത്തിങ്ങനെ തള്ളി ഉന്തി കയറ്റി വെച്ച പോലുള്ളൊരു ഡിസ്റ്റോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എൻഡിൽ ഒരുമാതിരി ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ചാർജിങ് ഫ്ലാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാർജിങ് ഫ്ലാപ്പ് ഒരു സ്പ്രിംഗ് മെക്കാനിസമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് 2 കൈകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചാർജിന് ഇടേണ്ടി വരും. നമുക്ക് പെട്ടെന്നൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പോൾ ഇനി മുൻവശത്തേക്ക് താഴെ ഫുട്ബോർഡിൻ്റെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് റിട്രാക്റ്റബിൾ ഹുക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്കൊരു മാക്സിമം ഇടാൻ പറ്റുന്ന അവർ പറയുന്നത് 3 കിലോഗ്രാമാണ് കേട്ടോ. 3 കിലോഗ്രാമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് തൂക്കിയിടാൻ വേണ്ടി സാധിക്കും. പിന്നെ ബാക്കിലത്തെ റിയർ വീലിൽ വന്നു കഴിഞ്ഞാൽ 450Xൽ കാണാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു വീൽ കവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. വീൽ കവർ കാണാൻ ഒരു ക്ലീനർ ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ബട്ട് ദാറ്റ്സ് ലോട്ട് ഓഫ് പ്ലാസ്റ്റിക് എന്ന് തന്നെ പറയണം. അപ്പോൾ ഒരുപാടധികം പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു നീറ്റർ ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു മോശമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. 450Xലുണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് ബാക്ക് സൈഡിലുള്ള ചെളി തെറിക്കുന്നു എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തിൽ ആ ഒരു വീൽ കവറും അതുപോലെ തന്നെ ബാക്കിലത്തെ മഡ് ഗാർഡും കാര്യമായിട്ട് എഫിഷ്യൻ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചെളിയുടെ ഇഷ്യൂവേ ഇല്ല കേട്ടോ. എല്ലാ ചെളിയും വണ്ടിക്കകത്താണ്. വണ്ടിയുടെ മുകളിലോട്ട് ഒരു തരത്തിലുള്ള ചെളിയും വരുന്നില്ല. കുറുക്കിലോ കാര്യങ്ങളിലോ ഒന്നും ചെളിയൊന്നും തെറിക്കുന്നില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ ഞാൻ കണ്ടൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ ഒരു കീഹോളിൻ്റെ ചുറ്റിനുമായിട്ട് എടുത്ത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സ്ക്രാച്ചസ് ഒരുപാട് വന്നിട്ടുണ്ട്. അവിടെ ഒരു മാറ്റ് ഫിനിഷാണ് സ്ക്രീൻ കീ ഹോളിൻ്റെ ചുറ്റിനും കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ കീ ഹോളിന് വേണ്ടി തപ്പുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിനും നന്നായിട്ട് സ്ക്രാച്ച് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയ മിക്ക വണ്ടികളിലും അതേ ഇഷ്യൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും ഒക്കെ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ മൈനർ ഫ്ലോസ് മാത്രമേ ഉള്ളൂ. അതും നമ്മളെ റൈഡിങ് ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോസ് ഒന്നും ഞാൻ കണ്ടില്ല. പെയിൻറ്റ് ജോബ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി കൂട്ടുന്നതിൽ ഒരു വലിയ പങ്കും ഈ ഒരു പെയിൻറ്റ് ജോബിനാണ്. വളരെ നീറ്റായിട്ടുള്ളൊരു പെയിൻറ്റ് ജോബാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അഗ്ലി ആയിട്ടുള്ള പാനൽ ക്യാപ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ബൂട്ടിലാണ് കേട്ടോ. ബൂട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ബൂട്ടെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് 2 ഹെൽമെറ്റും ചാർജറും കൂടെ ഒന്നും വയ്ക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് 2 ഹെൽമെറ്റ്, ഹാഫ് ഹെൽമെറ്റ് ഇതിനകത്ത് സുഖമായിട്ട് വയ്ക്കാൻ പറ്റും. ചാർജർ കയ്യിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു ഹെൽമെറ്റും ഒരു ചാർജറും തന്നെ വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇടാനുള്ള സ്പേസ് അതിനകത്തുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു സ്റ്റോറേജ് ഓർഗനൈസർ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് പുറത്തോട്ടൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഒരു എളുപ്പമുണ്ട് ഇത്. അപ്പോൾ ആ ഒരു സാധനം ഇതിനകത്തുണ്ട്. ബൂട്ട് സ്പേസ് അത്യാവശ്യമുണ്ട്. ഇതിനകത്ത് ബൂട്ട് സ്പേസിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റിൻ്റെ ഹിഞ്ച് മെക്കാനിസം
അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നൊരു ആടുന്ന മെക്കാനിസമാണ്. ഇനി നമ്മുടെ റിസ്തയുടെ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 ഇഞ്ച് വീൽസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. MRFിൻ്റെ സാപ്പറാണ് നമുക്ക് സ്റ്റോക്ക് കിട്ടുന്നത്. അത്യാവശ്യം ഗ്രിപ്പിയാണ്, കുഴപ്പമില്ലാത്ത പെർഫോമൻസും ഉണ്ട്. അതിനെപ്പറ്റി മോശമായിട്ട് പറയാൻ വേണ്ടിയൊന്നുമില്ല. 90/90 ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്, 100/80 ആണ് റിയറിൽ കിടക്കുന്നത്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് തന്നെയാണ് ഈ ഒരു വണ്ടിയോടൊപ്പം കിട്ടുന്നത്. പുതിയ റിസ്തയിലേക്ക് വന്നിട്ടുള്ള സ്മാർട്ട് എക്കോ മോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. സ്മാർട്ട് എക്കോ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വണ്ടി റേഞ്ച് തരുന്നൊരു മോഡാണ്. 125 ആണ് ടോപ്പ് വേരിയൻറ്റിൽ പറയുന്നത്. ഈ ഒരു 125 തരാൻ വേണ്ടിയിട്ട് ആ വണ്ടി മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഇതിൽ എക്കോ മോഡിൽ, സ്മാർട്ട് എക്കോ മോഡിൽ 50 km/h ആണ് പറയുന്നത്. നമ്മൾ 2 പില്ലിയണൊക്കെ വെച്ച് 50-ലൊക്കെ പറത്തി പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് 125 പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തരാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തരാൻ വേണ്ടിയിട്ട് വണ്ടി നമ്മളെ പെർഫോമൻസ് എല്ലാം മാറ്റി കളയും കേട്ടോ. ചിലപ്പോൾ ഞാൻ 20 വരെ പോയിട്ടുള്ള സാഹചര്യമുണ്ട്. നമ്മൾ എത്ര കൈ കൊടുത്തു കഴിഞ്ഞാലും 20 കിലോമീറ്ററിനപ്പുറം കയറില്ല സ്മാർട്ട് എക്കോ മോഡിൽ. അത് ആ റേഞ്ച് മാക്സിമം തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിപ്പ് മോഡിലാണ്. സിപ്പ് മോഡിലാണെങ്കിൽ നമുക്ക് മാക്സിമം പവറിലും എപ്പോൾ വെക്കൊണ്ടേ ഇരിക്കാം. പിന്നെ സിപ്പ് മോഡിൽ തന്നെ നമ്മൾ പവർ കുറച്ചിട്ട് അല്ലെങ്കിൽ ഒരു 20-30 പിടിച്ചേക്കും പോയി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 164 കിലോമീറ്റർ ഒക്കെ റേഞ്ച് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റേഞ്ചിലൊക്കെ കിട്ടും. പിന്നെ ഞാൻ ഇതിൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പറയുന്ന ഗ്രേഡബിലിറ്റി 20 ആണ്. ഇതിൽ ഞാൻ 190-ലധികം കിലോഗ്രാം വെച്ചിട്ട് ഞാൻ വലിയ കയറ്റമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. യാതൊരു ഇഷ്യൂവും വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഏതറിൻ്റെ മറ്റു വണ്ടികൾ പോലെ തന്നെ ഏതറിനൊരു സൗണ്ടുണ്ട്. ആ ഒരു വൈനിങ് സൗണ്ട് എന്ന് പറയുന്നത് പട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവം ഈ വണ്ടിയിലുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും പോകുന്ന സമയത്ത് ഒരുപാടധികം തെരുവ് നായ്ക്കളെ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ സസ്പെൻഷൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മോശം പറയത്തക്ക സസ്പെൻഷൻ ഒന്നുമില്ല. അത്യാവശ്യം ആമ്പിളായിട്ടുള്ളൊരു നല്ല ട്രാവലുള്ളൊരു സസ്പെൻഷൻ തന്നെയാണ്. പക്ഷേ നല്ല കുഴിയും ഗട്ടറും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് റഫായിട്ട് തോന്നും. നമുക്കൊരു സ്പൈനിന് ഇടി കിട്ടുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ സ്കൂട്ടർ സസ്പെൻഷൻസിൻ്റെ കാര്യത്തിൽ അത്ര പെർഫെക്റ്റ് അല്ല, ബട്ട് ബെറ്റർ ദാൻ 450X. 450Xൽ വന്നുകൊണ്ടിരുന്ന 2 സൈഡിലും നല്ല ബൈറ്റായിരുന്നു, ഡിസ്ക് ബ്രേക്സ് ആയിരുന്നു. പല ഫോറത്തിലും പല ആളുകളും ആ ഒരു ഡിസ്ക് ബ്രേക്സിന് ഭയങ്കര ബൈറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതൊരു അതിന് കാര്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷേ റിസ്തയിലേക്ക് വന്ന സമയത്ത് റിയർ ബ്രേക്കിൽ സ്കിഡ് കൺട്രോൾ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ അവർ ഡ്രം ബ്രേക്കാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രം ബ്രേക്ക് വന്നതോടുകൂടി പഴയ 450Xലുണ്ടായിരുന്ന ആ ഒരു സ്കിഡിങ്, അതായത് നമ്മൾ ബ്രേക്കിൻ്റെ നല്ല ബൈറ്റ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു സ്കിഡിങ് കാര്യങ്ങൾ ഇഷ്യൂസൊക്കെ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. അതിന് പോരാത്തതിന് ഇതിനകത്ത് സ്കിഡ് കൺട്രോൾ എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂസ് ഇതിനകത്തില്ല കേട്ടോ. അതായത് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഗ്രാജുവലാണ്, കുറച്ചുകൂടെ അത്രത്തോളം ബൈറ്റില്ല, പെട്ടെന്ന് നമ്മളെ പിടിച്ച് നിർത്തുന്നൊരു ഫീലില്ല. കുറച്ചുകൂടെ ഗ്രാജുവലായിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഓവറോൾ ഏതൊരു റിസ്തയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഒരു പ്രാക്ടിക്കൽ സ്കൂട്ടർ തന്നെയാണ് 450Xുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. 450Xൽ ഒരുപാടധികം ആക്സിലറേഷൻ കിട്ടുന്ന സമയത്ത് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെയും ഈ ഒരു വണ്ടിയിൽ ഒരു സ്പീഡ് കുറവാണെന്നുള്ളൊരു ഫീൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് എല്ലാം നൽകുന്നൊരു സ്കൂട്ടർ തന്നെയാണ് ഏതൊരു റിസ്ത. ഒരു 80 സ്പീഡിലും നല്ലൊരു ആക്സിലറേഷൻ ഇതിന് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഒരു 450X ഓട്ടിച്ചിട്ട് ഇത് ഭയങ്കര സ്ലോ ആണെന്നുള്ളൊരു തോട്ട് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഏതൊരു റിസ്തയുടെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.